നാം അള്ളാഹുവിൻ്റെ അടിമകളാണ്. അതിനെ അബ്ദുള്ള എന്നാണ് പറയുക. പേര് എന്തായാലും ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് നമ്മൾ അബ്ദുള്ളയാവാൻ, അള്ളാഹുവിൻ്റെ ഒറിജിനൽ അടിമയാവാനുള്ള അധ്വാനമാണ് ഉണ്ടാവേണ്ടത്. എന്താണ് അള്ളാഹുവിൻ്റെ ഒറിജിനൽ അടിമ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അള്ളാഹു എന്താണോ നമ്മളെ കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ, ഒരു നല്ല അടിമയാവാൻ നമ്മൾ എന്താണോ അള്ളാഹുവിന് ചെയ്യേണ്ടത് അതൊക്കെ നിർവഹിക്കണം. അങ്ങനെ നമ്മൾ ഒരു ഒറിജിനൽ അബ്ദുള്ളമാരാണോ എന്ന് നമ്മളെക്കുറിച്ചൊന്ന് സ്കാൻ ചെയ്യണം. ആ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് എന്താണോ, അതിൻ്റെ ഉത്തരം എന്താണോ, ഹൃദയത്തിലേക്ക് ഒരു സെൽഫി എടുത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്ന് വരുന്ന പിക്ചറിന് ക്ലാരിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നിരന്തരം ആലോചിച്ചുകൊണ്ടിരിക്കണം. നാം എല്ലാ ദിവസവും നിസ്കാരത്തിൽ ചുരുങ്ങിയത് 5 തവണ ഇന്ന സ്വലാത്തി വനുസുഖി വമഹയായ വമമാത്തി, എൻ്റെ ജീവിതത്തിൻ്റെ ചലന നിശ്ചലനങ്ങളെല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് എന്ന് പറയുന്നത് ഏത് അർത്ഥത്തിലാണ്? രാത്രികാലങ്ങളിൽ ഉറക്കൊഴിഞ്ഞ് ഇബാദത്ത് ചെയ്ത മഹാന്മാർ സുബഹിനെണീറ്റിട്ട് ഇന്ന സ്വലാത്തി വനുസുഖി വമഹയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത് പൂർണ്ണമായും ശരിയാണ്. എൻ്റെ ഓരോ സെക്കൻഡും, എൻ്റെ ഓരോ ചലനവും, എൻ്റെ ഓരോ ഘട്ടങ്ങളും നിനക്ക് വേണ്ടിയാണ് റബ്ബേ എന്നാണ് പറയണത്. നീണ്ട നേരം തഹജ്ജുദ് നിർവഹിക്കുന്ന, നീണ്ട നേരം ഖുർആൻ പാരായണം ചെയ്യുന്ന, നീണ്ട നേരം ഇബാദത്തുകളിൽ എൻഗേജ് ആവുന്ന ഒരു ഉമ്മാമയാണ് സുബഹന് തഹജ്ജുദിന് അത് പറയുന്നതെങ്കിൽ അത് ഡബിൾ ഓക്കെയാണല്ലോ. അല്ല, 12:30 വരെയും 2 മണി വരെയൊക്കെ ഇൻസ്റ്റയിലും റീൽസിലും ക്രോമിലും സ്നാപ് ചാറ്റിങ്ങിലും സ്ക്രോൾ ചെയ്ത വിരലുകളുടെ സ്വാഹിബായ ഉടമയായ ആളാണ് സുബഹിൻ്റെ വജ്ജഹ്തുൽ ഇന്ന സ്വലാത്തി വനുസുഖി വമഹയായ വമമാത്തി, എൻ്റെ എല്ലാ സമയവും എൻ്റെ ചലനങ്ങൾ നിശ്ചലനങ്ങൾ നിനക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ താല്പര്യം എന്താണ്? എന്താണ് ഈ നിസ്കരിക്കുന്നയാൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എൻ്റെ ഇന്നലത്തെ രാത്രി അടക്കം വരാനിരിക്കുന്ന രാത്രികൾ, കോളേജിൻ്റെ കാലം, എൻ്റെ പകലുകൾ, എൻ്റെ ഉച്ച, എൻ്റെ രാവിലെ, എൻ്റെ വൈകുന്നേരം, എൻ്റെ എല്ലാം ലൈറ്റ് ഓഫാക്കിയ റൂമാണെങ്കിലും വാതിലടക്കാത്തതാണെങ്കിലും കുറ്റിയിട്ടതാണെങ്കിലും നെറ്റുള്ള കാലമാണെങ്കിലും നെറ്റ് തീർന്ന രാത്രിയാണെങ്കിലും അവൾ ഓൺലൈൻ ഉള്ളതാണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും വമഹയായ വമമാത്തി, എൻ്റെ എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, നിനക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വേറെ ആരുമല്ല വ്യാഖ്യാനിക്കേണ്ടത്, നമ്മൾ തന്നെയാണ്. ഇസ്തഫ്തിലി നഫ്സിക, നീ നിന്നോട് തന്നെ ചോദിക്കണം, എന്താണ് മോനെ നീ നിസ്കാരത്തിൽ കൈകെട്ടിയ ഉടനെ ചൊല്ലുന്ന വചനങ്ങളുടെ താല്പര്യം? നമ്മളോട് പറയുന്ന വാളിനേക്കാൾ ഫലം ലോകത്ത് വേറെ ഏത് വാളിനുണ്ടാവില്ല. കാരണം നമ്മുടെ ഉള്ളും പുറവും ഏറ്റവും നന്നായി അറിയുന്നത് നമുക്ക് തന്നെയാണ്. നമുക്കാണ് നമ്മളെക്കുറിച്ചുള്ള എല്ലാ പിക്ചറും അറിയുന്നത്. ആ അർത്ഥത്തിൽ നമ്മുടെ ആയുഷ്കാലം, നമ്മുടെ ജീവിതം, നമ്മുടെ കാലം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ആക്കി മാറ്റണം. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും വലിയ കാര്യം വ്യൂവേഴ്സ് കൂടലല്ല, ഒരുപാട് പൂവും തിജ്ജും ലൈക്കും കിട്ടലല്ല, അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടലാണ് ഏറ്റവും വലിയ കാര്യം. വറിദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് അക്ബർ, അതാണ് ഏറ്റവും വലുത്, എല്ലാത്തിനേക്കാളും വലുത്. നമ്മളൊന്ന് ലൈവിൽ ഇൻസ്റ്റയിൽ കയറി അല്ലെങ്കിൽ യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു, വിതിൻ 2 minutes 2 മില്യൺ വ്യൂവേഴ്സ്. അതുകൊണ്ട് എന്താ കാര്യം? അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടാത്ത ഒരു മനുഷ്യന് എന്ത് കിട്ടിയിട്ടെന്താ കാര്യം? അബൂജഹലിന് അധികാരമുണ്ടായില്ലേ? ഉണ്ട്. സമ്പത്തിന് കുറവുണ്ടോ? ഇല്ല. എന്തേ പ്രശ്നം? അബൂജഹൽ തോറ്റത് അള്ളാഹുവിൻ്റെ ഇഷ്ടമില്ല എന്നുള്ളതാണ് കാരണം. തോറ്റവർ മുഴുവൻ തോറ്റുപോയത് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കേട് കൊണ്ടാണ്. ജയിച്ചവർ മുഴുവനും ജയിച്ചത് അള്ളാഹുവിൻ്റെ ഇഷ്ടം കൊണ്ടാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കുക, എനിക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടിയ ജീവിതമാണോ അല്ലയോ?
ദുആഇന് ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും നമ്മൾ ദുആ ചെയ്യണമെന്ന് ഖറാഫി ഇമാം പറയുന്ന ഒരു കാര്യമാണ് വരിദ്വാനും മിനല്ലാഹ്, അല്ലാഹുവിൻ്റെ തൃപ്തി. ഹദ്ദാദിന്റെ അവസാനത്തിലുള്ള ദുആയിലും അത് തന്നെയാണ് നമ്മൾ ദുആ ഇറക്കുന്നത്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക, നീ തൃപ്തിപ്പെടണേ അല്ലാഹ്. തൃപ്തിപ്പെട്ടാൽ പിന്നെ സ്വാഭാവികമായിട്ട് വൽ ജന്ന, സ്വർഗം കിട്ടുമല്ലോ. സ്വർഗമല്ല വലുത്, അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് വലുത്. അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ ചെറിയൊരു പാർട്ടാണ് സ്വർഗം എന്ന് പറയുന്നത്. സ്വർഗത്തിലെത്തിയ മോമിനീങ്ങളോട് അള്ളാഹ് ചോദിക്കും, തൃപ്തിയായോ, സാറ്റിസ്ഫൈഡ് ആണോ മൈൻഡ്? യെസ്, ഓക്കെ അല്ലേ, ഫെസിലിറ്റീസ് ഒക്കെ ഓക്കെ അല്ലേ, എല്ലാം ഓക്കെ അല്ലേ? അതെ. എന്നാൽ പിന്നെ ഇതിനേക്കാൾ വലുത് ഞാൻ നിങ്ങൾക്ക് തരട്ടെ എന്ന്. അപ്പൊ സ്വർഗക്കാർ ചോദിക്കും, ഇതിനേക്കാൾ വലുതോ, സ്വർഗത്തേക്കാൾ വലുതോ? അതെ. എന്ത്? റിളായ, എൻ്റെ തൃപ്തി, എൻ്റെ ഇഷ്ടം, അത് വേണ്ട നിങ്ങൾക്ക്? അതാണ് ഏറ്റവും വലുത്. അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടണം, അതിനായിരിക്കണം നമ്മുടെ ജീവിതം. അത് എങ്ങനെ കിട്ടുമെന്നുള്ളത് നമ്മൾ തന്നെ പറയുന്നുണ്ട്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയായ വമമാത്തി, എൻ്റെ ഫോൺ എടുക്കുന്നതും വെക്കുന്നതും, ആപ്പ് തുറക്കുന്നതും ക്ലോസ് ചെയ്യുന്നതും, ഡിലീറ്റ് ആക്കുന്നതും, നെറ്റ് ഹിസ്റ്ററി സെർച്ച് ചെയ്യുന്നതും എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിരിക്കണം. അതിനെന്ത് വേണം? അതിനാദ്യം വേണ്ടത്, നമ്മൾ ഒരു ഓഫീസിലോ ഒരു ഷോപ്പിലോ എത്തിപ്പെട്ടു. അവിടെ വളരെ വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ട്. ഒരുപാട് ഐഫോണുകളുണ്ട്, ഡയമണ്ട്സ് ഉണ്ട്, സ്വർണ്ണമുണ്ട്, വെള്ളിയുണ്ട്, മുത്തുണ്ട്, പവിഴമുണ്ട്, മരതകുണ്ട്, ആൻഡ് സോ കുറേ കാര്യങ്ങളുണ്ട്. അവിടെയാണെങ്കിൽ ആരും ഇല്ല താനും, ഒരു മനുഷ്യൻ അവിടെ ഇല്ല, ഒരാളും ഇല്ല. പൊതുവിൽ ഇത് നമ്മൾ എടുത്താലോ എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. അങ്ങനെ എടുത്താലോ എന്ന് തോന്നുമ്പോഴാണ് നമ്മുടെ ഇടതുഭാഗത്തുള്ള ചുമരിന് ഒരു സ്റ്റിക്കർ കാണുന്നത്, നിങ്ങൾ CCTV നിരീക്ഷണത്തിലാണ്. തീർന്നു. ആ തോന്നൽ ഇനി ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവില്ല. കാരണം CCTV നിരീക്ഷണം ഉണ്ട് എന്നൊരു സ്റ്റിക്കറിൽ വെറുതെ എഴുതി വെച്ചാൽ തന്നെ നമ്മുടെ ലൈഫ് ശുദ്ധിയാവും. വെറുതെ എഴുതി വെച്ചാൽ 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു അറിവുണ്ടായി നമുക്ക്. എന്താ അറിവ്? അത് വെറുതെ എഴുതി വെച്ചതാണ്, അവിടെ CCTV ഒന്നുമില്ല. പിന്നെ നമ്മുടെ അടുത്തൊരു വരവ് CCTV ഉണ്ടോ നോക്കാനായിരിക്കും. അവിടെ എത്തി നോക്കുമ്പോൾ ഒരു സ്ഥലത്തും ഇല്ല. ദർ ഈസ് എ നോ ചാൻസ് ടു ബി, ഒരു സാധ്യതയുമില്ല. സ്റ്റിക്കറും ഇല്ല, CCTV നിരീക്ഷണത്തിലാണ് എന്ന സ്റ്റിക്കറും ഇല്ല അവിടെ. ഐഫോണുകൾ അവിടെ തന്നെ ഉണ്ട്, മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്, ലക്ഷക്കണക്കിന് വില വരുന്ന ലോഹങ്ങൾ അവിടെ ഉണ്ട്. എടുത്താലോ എന്ന് വിചാരിക്കുമ്പോൾ അന്ന് ഇടതുഭാഗത്തെ ചുമരിനാണ് CCTV നിരീക്ഷണം എന്ന സ്റ്റിക്കർ ഉള്ളത്. അവിടെ എന്തായാലും ഇല്ല എന്ന് കൺഫേം ചെയ്തു. അങ്ങനെ എടുത്താലോ എന്ന് വിചാരിച്ച് ഒന്നുകൂടി വെറുതെ ചുറ്റുവട്ടം നോക്കുമ്പോൾ ബാക്ക് സൈഡിലുണ്ട് ഒരു സ്റ്റിക്കറിൽ, നിങ്ങൾ CCTV നിരീക്ഷണത്തിൽ തന്നെയാണ്. ഒരു ഇന്നൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട് അവിടെ, ഒരു ഹസറിൻ്റെ മാനക്ക്. അപ്പോൾ പിന്നെ നമ്മളിത് വേണ്ടെന്ന് വെക്കും. CCTV ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, ഒരു സ്റ്റിക്കറിന് ഇത്ര ശക്തി ഉണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ തന്നെയല്ലേ ഖുർആൻ അല്ലാഹു നമ്മളോട് പറഞ്ഞത്, ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങളെ ഞാൻ നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഈ ആയത്തെങ്ങാനും ഈ സദസ്സിൽ വന്ന എനിക്കും നിങ്ങൾക്കും ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡുകളിൽ ഓർമ്മയിലുണ്ടെങ്കിൽ നമ്മളെ നന്നാക്കാൻ ഇനി പ്രത്യേകിച്ച് ഒരു സിസ്റ്റോ തെർബിയത്ത് ക്യാമ്പിൻ്റെയോ ആവശ്യം ഇല്ല. ഈ ആയത്ത് തന്നെ മതി. കാരണം ഡോക്ടറായ ഒരാൾ പ്രിസ്ക്രിപ്ഷനിൽ മരുന്ന് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ 1, 2, മൂന്നാമത്തെ എഴുതാൻ വേണ്ടി 3 എന്നിട്ട് അതിനെ ഒരു വട്ടം ഇട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഈ ആയത്ത് ഇയാൾക്ക് ഓർമ്മ വരുന്നത്, ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഈ ഗുളിക എഴുതുന്നത് അനാവശ്യമല്ലല്ലേ, അള്ളാഹ് നോക്കുന്നുണ്ടല്ലോ അല്ലേ, ഈ 2 മതിയല്ലോ അല്ലേ, വേണ്ടല്ലേ, മതി, കഴിച്ചാൽ മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ വന്ന് പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ വേണമെന്നില്ല. ഓക്കെ. കാരണം ഇയാൾക്ക് ഈ ആയത്തങ്ങ് ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തോന്നി. അടുത്ത പേഷ്യൻ്റ് വന്നു. മാനേജ്മെൻ്റ് ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് റൂം വേക്കൻസി ധാരാളം ഉണ്ട്, ഇത്ര ശതമാനം അഡ്മിറ്റ് എഴുതണം എന്നൊക്കെ. പക്ഷെ അയാളുടെ കൈ അഡ്മിറ്റ് അനാവശ്യമായിട്ട് എഴുതാൻ തോന്നുന്നില്ല. കാരണം ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, അതാണ് കാരണം. അഡ്മിറ്റ് വേണ്ടേ? വേണ്ട, അടുത്തല്ലേ വീട്, എന്തെങ്കിലുമൊക്കെ വിഷമമുണ്ടെങ്കിൽ വന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അഡ്മിറ്റ് അയാൾ ഒഴിവാക്കാൻ കാരണം ഈ ആയത്താണ്. അള്ളാഹ് കാണുന്നുണ്ടല്ലോ, അനാവശ്യമായിട്ട് അഡ്മിറ്റ് എനിക്ക് ഇത്ര % കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വേണ്ട. കണ്ടോ? അപ്പോൾ ഒരു സ്ട്രോങ് ആയ സദർ ഉസ്താദായതുകൊണ്ട് കൃത്യസമയത്ത് എത്തണം. കുറേ ആൾ ഓരോ സൂക്കടും കൊണ്ട് പഞ്ചിങ്ങെല്ലാം എന്നുള്ളതിനൊന്നും ഒരാൾ എതിർക്കൂല. എന്തുകൊണ്ട്? കൃത്യസമയത്ത് എത്തണം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് പഞ്ചിങ്. അത് വരണമല്ലോ. അയ്യോ എന്താ, അയ്യോ വന്നാലെന്താ. അപ്പോൾ സ്കൂളിലായാലും
മതപാഠശാലയിലാണെങ്കിലും ഒരു പ്രിൻസിപ്പളെയോ ഒരു ഡയറക്ടറെയോ അല്ലെങ്കിൽ ഒരു സദർ ഉസ്താദിനെയോ പേടിച്ചിട്ടല്ല. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. അതാണ് നമ്മുടെ ചിന്ത വേണ്ടത്. അപ്പോൾ ഫ്രൂട്ട്സ് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നയാൾ ആപ്പിൾ എന്ത് വില വരും? 200. ഓക്കെ തരാം. 200 കൊടുത്തു. അപ്പോഴാണ് ഒരു പെണ്ണുങ്ങൾ വരുന്നത് ഫോർച്യൂണറിൽ കൂളിംഗ് ഗ്ലാസ്സൊക്കെ താഴ്ത്തി കാറിൻ്റെ ഗ്ലാസും ബട്ടൺ അമർത്തി താഴ്ത്തിയിട്ട് എന്ത് വില വരും എന്ന് ഇംഗ്ലീഷിലാണ് ചോദിച്ചേക്കണത്. പറ്റിക്കാനുള്ള എല്ലാ സാധ്യതയും ഉള്ളതുകൊണ്ട് ഇയാൾ പറഞ്ഞു 400 എന്ന്. എന്താ കാരണം? ഇയാൾ ഈ ആയത്ത് ഹത്തുമോതി തീർത്തിരുന്നു, പക്ഷെ അത് ജീവിതത്തിലില്ല എന്നുള്ളതാണ് പ്രശ്നം. ഹത്തോതി തീർത്തിരുന്നു, ഹത്തോത്തിന് ദുആഇനൊക്കെ മുമ്പ് വേറെ ആരെയോ ക്ഷണിക്കുകയും ചെയ്തിരുന്നു, പക്ഷേ ഈ ആയത്ത് ജീവിതത്തിൽ ഇല്ല. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. അപ്പൊ ബേക്കിൽ നിന്ന് 2 ആപ്പിള്, കെട്ടുപോയ ആപ്പിൾ എടുക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ അള്ളാഹുവിൻ്റെ ഖുബ്റത്തിനെ കുറിച്ചുള്ള ചിന്തയില്ലാത്തതുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ അറിവിനെ കുറിച്ച് നമ്മളെപ്പോഴും ആലോചിക്കണം. ശർഹ് മുഖ്തസരി ശുഅബുൽ ഈമാനിൽ വലിയ മഖ്ദൂം തങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ ജനിക്കുന്നതിൻ്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മൾ ഇന്നാലിന്ന ഡേറ്റിൽ ഇന്നാലിന്ന വിരൽ കൊണ്ട് തലയുടെ ഇന്നാലിന്ന ഭാഗത്ത് ഇന്നാലിന്ന സൈഡിൽ ചൊറിയുന്ന സമയത്ത് തലമുടി എത്ര അനങ്ങുമെന്ന് അള്ളാഹ് കാലങ്ങൾക്ക് മുമ്പേ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ തല ചൊറിയുമ്പോഴേ എത്ര മുടി അനങ്ങുന്ന എത്രയോ കാലം മുമ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ആ അള്ളാഹുവിനെയാണോ യൂട്യൂബിൽ കണ്ടത് ഡിലീറ്റ് ആക്കുന്നത്? ആ അള്ളാഹിനെയാണോ ക്രോമിലെ നെറ്റ് ഹിസ്റ്ററി ക്ലിയർ ആക്കുന്നത്? ആ അള്ളാഹുവിനെയാണോ പറ്റിക്കാൻ നമ്മൾ നോക്കണത്? ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഈ ആയത്ത് ഈ വഅള് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ തറക്കാനും കൂടിയാണ് ആവർത്തിച്ച് ഓതുന്നത്. അല്ലാതെ ഖുർആനിൽ വേറെ ആയത്തില്ലാത്തതുകൊണ്ടോ കണ്ടന്റിന് എന്തോ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടോ അല്ല. ഈ ആയത്ത് മനസ്സിൽ വേണം. ഇതുണ്ടായാൽ മതി. കാരണം നമുക്ക് വേറെ ഒരു നിരീക്ഷണവും ഇല്ലെങ്കിൽ തന്നെയും അള്ളാഹ് സംവിധാനിച്ച നിരീക്ഷണം നമ്മുടെ ചുറ്റുവട്ടത്ത് എപ്പോഴും ഉണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ സാക്ഷി ആരാ? അൽ മക്കാൻ, നമ്മുടെ സ്ഥലമാണ്. ഈ വയല് കേൾക്കുന്ന നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പിരിഞ്ഞ് ഒരു കാലത്ത് നമ്മൾ മരിച്ചുപോയാൽ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമി അതിൻ്റെ കഥ പറയുന്ന ഒരു കാലം വരും. അതിനാണ് ഖിയാമത്ത് നാളെന്ന് പറയാ. അതുകൊണ്ടല്ലേ ഫർള് നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ കുറച്ചൊന്ന് മാറണം എന്ന് പറയണത്. ബാങ്ക് കൊടുത്ത ആൾ തന്നെയാണ് മുഖീം ഇഖാമത്ത് കൊടുക്കുന്ന ആളും ആവേണ്ടത്, പക്ഷെ കുറച്ചൊന്ന് മാറിയിരിക്കണം. എന്തിന്? 2 സ്ഥലവും സാക്ഷി നിൽക്കാൻ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ സാക്ഷി ആരാ? സ്ഥലം. സ്ഥലം എന്ന പേരിൽ ഒരു സ്ഥലം ഇല്ല. വയനാട് എന്ന പേരിൽ ഒരു ടൗൺ ഇല്ലാത്ത പോലെ ഉണ്ടോ? വയനാട് എന്ന് പറഞ്ഞിട്ടൊരു ടൗൺ ഉണ്ടോ? ഇല്ലല്ലോ, ഇല്ല. എന്ന പോലെ സ്ഥലം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമൊന്നും ഉണ്ടാവില്ല. സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വസ്തുക്കൾ സാക്ഷി വെക്കും. ഈ മൈക്ക്, ഈ സ്റ്റാൻഡ്, ഈ പീഠം, ഇവിടെയുള്ള ക്യാമറ, അവിടെയുള്ള വൈഫൈ സംവിധാനങ്ങൾ, ഇവിടെയുള്ള ലാപ്ടോപ്പുകൾ, ഈ ചെയറുകൾ, ഇതെല്ലാം യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, കഥ പറയും എല്ലാം. അപ്പം നമ്മൾ കിടന്നിരിക്കുന്ന ബെഡ്ഷീറ്റ്, ബെഡ്, കട്ടില, ഫാന്, ലൈറ്റ്, സ്വിച്ച് സാക്ഷിക്കുന്നതാ കോമഡി. ആരും കാണാതിരിക്കാനും മുപ്പര് ലൈറ്റ് ഓഫ് ആക്കിയത്. ആ സ്വിച്ച് തന്നെ സാക്ഷി വെക്കും. അതിനേക്കാൾ വലിയ അഫ്ളലു തഫ്ളീലായ കോമഡി വരുന്നുണ്ട്. അതേതാണെന്നറിയോ? ആരും കാണാതിരിക്കാൻ ഇയാൾ അടച്ച വാതിലും വാതിലിൻ്റെ കുറ്റിയും സാക്ഷി വെക്കും. കുറ്റി യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഈ കുറ്റി ഇങ്ങനെ നോക്കും, പൊട്ടാ മരമണ്ട, കുറ്റി ഇങ്ങനെ നോക്കും, സാക്ഷി നിൽക്കും. അവിടെയുള്ള വസ്തുക്കൾ സാക്ഷി വെക്കും. അതുകൊണ്ടാണല്ലോ വേറെ ഒരാൾക്ക് ശല്യം ഉണ്ടാവില്ല. നിസ്കരിക്കുന്ന ആൾക്കോ ഉറങ്ങുന്ന ആൾക്കോ ഒന്നും ശല്യം ഉണ്ടാവില്ല. ഉള്ളിൽ റിയാഇൻ്റെ പേടിയില്ലെങ്കിൽ ഖുർആനെ അത്യാവശ്യം ഒച്ചത്തിലോതല അഫ്ളലായ മസ്അല. എന്തുകൊണ്ട്? ചുമരൊക്കെ സാക്ഷി വെക്കാൻ, കല്ലും മരങ്ങളൊക്കെ സാക്ഷി വെക്കാൻ. അതാണ് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മോനെ, വിജനമായ സ്ഥലത്താണ് ബാങ്ക് കൊടുക്കുന്നെങ്കിലും ഉറക്കെ തന്നെ കൊടുക്കണം. വല മദറുൻ വല ഹജറുൻ, ഏത് കല്ലും മരവും ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് സാക്ഷി നിൽക്കും. കണ്ടോ? അതിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്യേണ്ട ഒരു മസല എന്താണെന്ന് അറിയോ? യൂണിറ്റ് ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ SYS-നോ SSF-നോ യൂണിറ്റ് ഉണ്ടാക്കിയാൽ അത് മാത്രം മതിയായിട്ട് ദുനിയാവ് ആഖിറവും വിജയിക്കാൻ. കാരണം അവിടെ ഉള്ള കല്ലും മരങ്ങൾ, കല്ലുകൊണ്ട് സുന്നി സെൻറ്റർ എടുത്താൽ വേറെ, അതിന് അവിടെ തന്നെ ഓൾറെഡി കല്ലും മരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതുതന്നെ ഇയാളെ സാക്ഷി നിർത്തി, ഇയാൾക്ക് സാക്ഷി നിന്ന് ഇയാൾക്ക് വിജയിക്കാൻ കാരണമാവും. ചില ആൾ പുതിയ യൂണിറ്റ് ഉണ്ടാക്കുകയും ചെയ്യില്ല, ഉണ്ടാക്കാൻ വിടുകയും ചെയ്യില്ല. സാഹിത്യോത്സവത്തിന് ഫസ്റ്റ് കിട്ടണമെന്നാണ് പറയല്ലേ. സാഹിത്യോത്സവിൻ്റെ കപ്പ് ഞാൻ വേണമെങ്കിൽ ഇഷ്ടം പോലെ കൊണ്ടുവരാം. നിങ്ങൾക്ക് പരമാവധി സ്ഥലത്ത് ദീനത്തട്ടെ എന്ന് ആലോചിക്കുന്നതല്ലാതെ യൂണിറ്റുകളൊക്കെ വിശാലമാവണം. വിഭജിക്കേണ്ടടുത്ത് വിഭജിക്കണം. പരമാവധി പ്രവർത്തകരെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയണം. വഴിയെ അതിലേക്ക് ഞാൻ കടന്നു വരാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്നാമത്തെ സാക്ഷി സ്ഥലം, അൽ മക്കാൻ, സ്ഥലം. മുസല്ല സാക്ഷി വെക്കും, നിസ്കരിച്ച സ്ഥലം സാക്ഷി വെക്കും. ഫിർഔനിനെ കുറിച്ച് സൂറത്ത് ദുഖാനിലില്ലേ, ഫിർഔനും ടീമും മരിച്ചപ്പോൾ ഫമാ ബഖത അലൈഹിമുസ് സമാഉ വൽ അർള്, ചങ്ങായി മരിച്ചപ്പോൾ കരയാൻ ഭൂമിയും ആകാശവും ഉണ്ടായില്ല. അതെന്തിനാ പ്രത്യേകിച്ച് പറയണത്?
ഫിറഔന് മരിച്ചപ്പോൾ ആകാശവും ഭൂമിയും കരഞ്ഞില്ല. അതിനെ പ്രത്യേകിച്ച് പറയണ എന്തിനാ? മുഅ്മിനീങ്ങൾ മരണപ്പെടുമ്പോൾ അവർ നിസ്കരിച്ച സ്ഥലം 40 ദിവസം കരയും അത്രേ. നമ്മളെ ഉമ്മാമ്മമാരൊക്കെ തഹജ്ജുദിന് ളുഹക്ക് മുസല്ലിടുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, കണ്ടോ? അങ്ങനെ ഒരു സ്ഥലം നമുക്കൊക്കെ വീട്ടിൽ പള്ളിയിൽ ഉണ്ടാവുന്നതും നല്ലതാണ്. 40 ദിവസം കരയും. ആകാശം കരയും എന്ന് പറഞ്ഞാൽ അവരുടെ ഇബാദത്ത് കയറിപ്പോകുന്ന ഒരു കൗണ്ടർ ഉണ്ടാവും, ഒരു മസ്ജിദ് ഉണ്ടാവും, കയറിപ്പോകുന്ന സ്ഥലം. ആ സ്ഥലവും സാക്ഷി നിൽക്കും. അങ്ങനെ സാക്ഷി നിൽക്കുന്ന സ്ഥലങ്ങളും കരയുന്ന സ്ഥലങ്ങളും നമുക്കുണ്ടാവണം. തസ്ബീഹ് മാല സാക്ഷി നിൽക്കും. ഇതിനൊക്കെ വർത്തമാനം പറയാനുള്ള കഴിവുണ്ട്, ശക്തിയുണ്ട്. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു തസ്ബീഹ് മാലിനെ കൊണ്ട് ഇങ്ങനെ തസ്ബീഹ് ചൊല്ലും. ചൊല്ലി 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 ഈ ചൊല്ലൽ എവിടത്തേക്ക് എത്തി എന്ന് ചോദിച്ചാൽ, തസ്ബീഹ് മാല, ഈ തസ്ബീഹ് കേട്ടിട്ട് ഈ തസ്ബീഹ് മാലയിലെ മണികൾ തസ്ബീഹ് ചൊല്ലുന്നിടത്തേക്ക് എത്തിയത്രേ. സുയൂത്തി ഇമാം തസ്ബീഹ് മാലിനെ കുറിച്ച് മാത്രം എഴുതിയ കിതാബിൽ ആ ചരിത്രം നമുക്ക് വായിക്കാൻ പറ്റും. കാരണം അതിനൊക്കെ സംസാരിക്കാനുള്ള കഴിവുണ്ട്. ഇതൊക്കെ സംസാരിക്കുന്ന ഒരു കാലം വരും, കാലം വരും. കല്ലുകൾ സാക്ഷിയേക്കും, കല്ലുകൾക്ക് വർത്തമാനം പറയാൻ കഴിയും. ഇന്നി ലഅരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ ഖബല അൻ ഉബ്അസ വ ഇന്നി ലഅരിഫുഹു അൽആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സലാം ചൊല്ലുന്ന കല്ലിനെ എനിക്ക് പരിചയമുണ്ട്. കണ്ടോ, കല്ലുകൾ വർത്തമാനം പറയും. സമസ്ത സെഞ്ചുറിയുടെ ഭാഗമായിട്ട് എല്ലാ ഡിവിഷനുകളിലും മുഴുവൻ സെക്ടറുകളിലും ചുമരെഴുത്തിന്റെ കാലാണിപ്പോൾ. നാം ചുമരെഴുതിയത് ആ കല്ല് നമുക്ക് വേണ്ടി വർത്തമാനം പറയും ആഖിറത്തിൽ. ഇന്നി ലഅരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ ഖബല അൻ ഉബ്അസ വ ഇന്നി ലഅരിഫുഹു അൽആൻ. തസ്ബീഹ് ചൊല്ലി ആ ചരൽ കല്ലുകൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അതാ ആ കയ്യിൽ നിന്നും തസ്ബീഹ് ചൊല്ലുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് മാറ്റി. അതാ അവിടെ നിന്നും തസ്ബീഹ് ചൊല്ലുകയാണ്. നബദം ബിഹി ബഅദ തസ്ബീഹിം ബിബത്നിഹിമാ നബദൽ മുസബ്ബിഹി മിൻ അഹ്ശാഇ മുൽതഖിമി ബുസുരിമ ബുർദ. ഇതൊക്കെ സാക്ഷിക്കും. അപ്പം നമ്മുടെ ബെഡും ബെഡ്ഷീറ്റും ഒക്കെ സാക്ഷിക്കുവാണെങ്കിൽ പിന്നെ എന്തിനാ പിരാന്തിന് നിൽക്കുന്നത്? പിരാന്ത് എന്നല്ല ശരിക്കും പ്രസംഗത്തിൽ പറയേണ്ടത്. ഒരു പ്രസംഗ ഭാഷയൊക്കെ ഒരു മാന്യമായ ഭാഷയിലാണ് പറയേണ്ടത്. ഭ്രാന്ത് എന്നാണ് പറയേണ്ടത്. പക്ഷെ പറഞ്ഞ ഒരു പഞ്ച് കിട്ടൂല. അതുകൊണ്ട് പിരാന്ത് തന്നെയാണ് പറയണത് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ബെഡ്ഷീറ്റൊക്കെ നമുക്ക് എതിര് സാക്ഷി എന്നാൽ പിന്നെ എന്തിനാ നമ്മളെ കൊള്ളുക? നമ്മുടെ വസ്ത്രം നമുക്ക് എതിരാവരുത്, നമ്മുടെ വാച്ച് നമുക്ക് എതിരാവരുത്, നമ്മുടെ കയ്യിലുള്ള മോതിരം എതിരാവരുത്. ഈ വസ്തുക്കൾ മുഴുവൻ ഇത് കാണുന്നുണ്ട്. ഇവർ വർത്തമാനം പറയും. ഖുർആനല്ലേ പറയണത്, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഭൂമി അതിൻ്റെ കഥ പറയുന്ന കാലം, അതിനാണ് ഖിയാമത്ത് നാളെന്ന് പറയാം. അതാണ് ഒന്നാമത്തെ സാക്ഷി. പിന്നെ എങ്ങനെ നമ്മൾ തെറ്റ് ചെയ്യും? ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ റൂഹുൽ ബയാൻ ഇസ്മായിൽ ഹഖി അൽ ബറൂസവി റഹിമഹുല്ലാ ചോദിക്കുന്നു, പിന്നെ എങ്ങനെയാ നമ്മൾ തെറ്റ് ചെയ്യുക? പിന്നെ എങ്ങനെയാ നമ്മൾ തെറ്റ് ചെയ്യുക? വാതിൽ അടച്ചിട്ട് എന്ത് കാര്യം? തുറന്നിട്ടിട്ട് എന്ത് കാര്യം? ലൈറ്റ് ഓഫ് ആക്കിയിട്ട് എന്ത് കാര്യം? ഫാൻ ഓഫ് ആക്കിയാൽ എന്ത് കാര്യം? എന്ത് കാര്യം? എന്ത് കാര്യം? അപ്പൊ ഇതൊക്കെ സാക്ഷി വെക്കും. ഇതാണ് ഒന്നാമത്തെ സാക്ഷി.